സർക്കാർ ഫണ്ടില്ല. മണ്ണാർക്കാട് താലൂക്കിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള മരുന്ന് വിതരണവും മുടങ്ങി. ദുരിതത്തിലായി 100 കണക്കിന് ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ. പാലിയേറ്റീവ് നഴ്സുമാർക്ക് ശമ്പളവും വാഹനത്തിന് വാടകയും നൽകിയിട്ട് മാസങ്ങളായി. തദ്ദേശ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്നത്. ഡയാലിസിസ് രോഗികൾ, പ്രമേഹ രോഗികൾ, ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർ തുടങ്ങി നിരവധി രോഗികളാണ് പാലിയേറ്റീവ് കേന്ദ്രങ്ങളുടെ സഹായം തേടുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ ഡയലൈസർ, ട്യൂബ്, മരുന്ന് തുടങ്ങി 5000 രൂപ വില വരുന്ന സാധനങ്ങൾ പാലിയേറ്റീവ് കേന്ദ്രം വഴി സൗജന്യമായാണ് നൽകിയിരുന്നത്. ചില രോഗികൾക്ക് ആഴ്ചയിൽ 3 തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരും. സർക്കാരിൽ നിന്ന് സൗജന്യമായി ഡയാലിസിസ് സാമഗ്രികൾ ലഭിക്കുന്നതിനാൽ നിർധനരായ ജില്ലയിലെ 100 കണക്കിന് രോഗികൾക്ക് ഇത് വലിയൊരു സഹായമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഡയാലിസിസ് സാമഗ്രികൾ നൽകാൻ കഴിയുന്നില്ല. 5000 രൂപയുടെ സാമഗ്രികൾ വാങ്ങി ഡയാലിസിസ് നടത്താൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ളവരല്ല മിക്കവരും. കൂടാതെ പ്രമേഹ രോഗികൾക്ക് നൽകുന്ന മരുന്നുകളും കിട്ടാതായി. വീടുകളിൽ സേവനമെത്തിക്കുന്നതിന് സർവീസ് നടത്തുന്ന വാഹനത്തിന് വാടക നൽകിയിട്ട് മാസങ്ങളായി. പാലിയേറ്റീവ് നഴ്സുമാർക്ക് മാസങ്ങളായി ശമ്പളവും ലഭിക്കുന്നില്ല. തദ്ദേശ വകുപ്പുകൾ നൽകുന്ന ഫണ്ട് ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി. അടിയന്തരമായി പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായം പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി വല്ലാത്തൊരു പരാതികളുണ്ട്. കാരണം ഏതാണ്ട് 25ഓളം ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഒരു 5ഓളം ആളുകൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ട്. കിഡ്നി മാറ്റിവെച്ച ആൾക്കാരുണ്ട്. സാധാരണ ഡയാലിസിസ് പേഷ്യൻസിന് അവർക്ക് വേണ്ട ഡയലൈസർ, അതേപോലെ ട്യൂബ്, അതേപോലെ മെഡിസിൻസ് ഒരുപാട് ആവശ്യമുണ്ട് അവർക്ക്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സാധാരണഗതിയിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ചിരുന്നു. സമയാസമയം അവർക്ക് ഫണ്ട് കിട്ടിയത് കാരണം നമ്മൾ ഡയാലിസിസ് പേഷ്യൻസിന് അവർ സാധനങ്ങൾ എത്തിക്കാൻ വളരെ സൗകര്യമായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ സർക്കാരിൻ്റെ ഫണ്ട് വന്നില്ലെന്ന് പറയുകയും ഡയാലിസിസ് പേഷ്യൻസിന് അത് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡയാലിസിസ് പേഷ്യൻസിന് അവർക്ക് ആവശ്യമായ മരുന്നുകളും അതേപോലെ ഡയാലിസറും നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഒരു വലിയ തുക കൊടുക്കേണ്ടി വരും. പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ PHCയിൽ അഥവാ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ വെച്ച് അവർക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമാവുകയും ചെയ്യും. പക്ഷേ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ പാലിയേറ്റീവുമായി ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വളണ്ടിയറാണ്. മണ്ണാർക്കാടിലെ പാലിയേറ്റീവിൻ്റെ വളണ്ടിയറും ഞാൻ എടുക്കുന്നുണ്ട്. ഹോം കെയറിന് ഇടയ്ക്ക് അവർ സഹായിക്കാറുണ്ട്. പല രോഗികളും ഇപ്പോൾ പരാതി പറയുന്നത് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ കിഡ്നി മാറ്റിവെച്ചവർക്കുള്ള മരുന്നുകൾ, പ്രധാനപ്പെട്ട 2 മരുന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് ആളുകൾക്ക് മരുന്ന് കൊടുത്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഫണ്ട് വന്നിട്ടില്ല, മരുന്ന് എത്തിയിട്ടില്ല എന്ന വാർത്തയാണ് കേൾക്കുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ മാത്രം 25 ഡയാലിസിസ് രോഗികളും കിഡ്നി മാറ്റിവെച്ച 5 പേരുമുണ്ട്. ഇത്തരത്തിൽ ഓരോ പഞ്ചായത്തിലും നിരവധി പേരാണ് സർക്കാരിന്റെ സഹായത്തിനായി കാത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.